ഒരു ചെറിയൊരു ഇബാറത്ത് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. വഹാബികൾ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഹാഫിദ് ദഹബി. അദ്ദേഹം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ്, അദ്ദേഹം കാലഘട്ടക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുപ്രസിദ്ധ കിതാബായ സിയർ ആലാമുൻ നബല എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഉലമാക്കളൊക്കെ സാധാരണ ഈ തെളിവുകൾ എടുക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള തബഖാത്തുകളാണ്, അതായത് ചരിത്രം പറയുന്ന കിതാബുകളെയാണ് നോക്കേണ്ടത്. അങ്ങനെ അയാൾ എങ്ങനെയായിരുന്നു എന്ന് പറയുന്ന ജർഹ് തഅദീലിൻ്റെ കിതാബുകളാണ് നോക്കുന്നത്. അപ്പോൾ ആ കിതാബിൽ വലിയൊരു കിതാബാണ്. അതിൽ 18-ാം വാല്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഫി ആരെക്കുറിച്ച് ഇബ്നു സൈറഖൽ അല്ലാമ ഷെയ്ഖ് ഹംദാൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ കുറിച്ച് ഈ ഹാഫിദ് ദഹബി എന്നവർ അവരുടെ കിതാബിൽ പറയുന്നുണ്ട്. വക്കാന സിഖത്തൻ, ഇബ്നു സൈറഖൽ അല്ലാമ എന്ന് പറയുന്ന ഈ പണ്ഡിതൻ സിഖത്തൻ സ്വദൂഖൻ ലഹു ഷഅനു വഹസ്മ, അതായത് മൊത്തത്തിൽ വിശ്വസിക്കാൻ പറ്റിയ നല്ല ഗാംഭീര്യതയുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു ഈ പണ്ഡിതൻ. അതുപോലെ തന്നെ ഫക്കീഹൻ അദീബൻ മുതഅബ്ബിദൻ, നല്ല കർമ്മശാസ്ത്ര പണ്ഡിതനായിരുന്നു, നല്ല ആബിദായിരുന്നു, അള്ളാഹുവിനെ പേടിച്ച് ഭയന്ന് ജീവിക്കുന്ന ആബിദായിരുന്നു. മാത്തഫി റബിയുൽ അവൽ മാസത്തിലാണ് മരണപ്പെട്ടത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം പറയുന്നുണ്ട്, വഖബ്റുഹു യുസാറു വയുതബറകു ബിഹി, അയാളുടെ ഖബർ സിയാറത്ത് ചെയ്യപ്പെടുന്നുണ്ട്, അതായത് സന്ദർശിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വയുതബറകു ബിഹി, ജനങ്ങൾ അവിടെ പോയി ബറക്കത്തെടുക്കുന്നും ഉണ്ട് എന്ന് ഹാഫിദ് ദഹബി അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധ കിതാബായ സിയർ ആലാമുൻ നബല എന്ന് പറയുന്ന കിതാബിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ തന്നെ ഖുബൂരിങ്ങളാണ് എന്ന് പറയേണ്ടി വരും, അല്ലേ? ഇത് ഇന്നലെ തുടങ്ങിയ ഒരു കാര്യമല്ല. നമ്മൾ ഔലിയാക്കളുടെ അടുത്ത് പോവുകയും സിയാറത്ത് ചെയ്യുകയും തവസ്സുൽ ഇസ്തിഗാസ നടത്തുകയും എന്ന് പറയുന്നത് ഇന്നലെ തുടങ്ങി വെച്ച കാര്യമൊന്നുമല്ല, പണ്ട് മുതലേ ഉലമാക്കൾ ചെയ്തു വരുന്ന കാലമാണ്. ഇതൊരു ഇബാറത്ത് എന്നല്ല, ഇങ്ങനെയുള്ള പല തെളിവുകളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ലൗലൽ ഇസ്നാദു ലഖാല മൻ ഷാഅ മാ ഷാഅ എന്ന് പറഞ്ഞതുപോലെ ഇസ്നാദില്ലെങ്കിൽ, സനദില്ലെങ്കിൽ ഉദ്ദേശിക്കുന്നവൻ ഉദ്ദേശിച്ചതുപോലെ പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള സനദുകൾ നമുക്ക് എപ്പോഴും ഒരു തെളിവാണ്, പണ്ട് മുതലേ ഉള്ളതാണ്. അല്ലാഹു തആല നമുക്ക് അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖ, അല്ലാഹു തആല നമുക്ക് ഹക്കിനെ ഹക്ക് പോലെ കാണിച്ചു തരട്ടെ.